ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. സർക്കിട്ട് എന്ന നടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നരുവേട്ട എന്ന നടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ പ്ലസ് വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടോം ഹാർഡി അഭിനയിച്ച ഹേവോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. ഒരു ആക്ഷൻ പടമാണ്, കാണേർക്ക് കണ്ടോക്കാം. പിന്നെ ബോട്ടിനി എന്ന നടത്തിൻ്റെ 5 days to go പോസ്റ്റ് വന്നു. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന നടത്തിൻ്റെ 3 days കളക്ഷൻ എന്നുവെച്ചാൽ 8 days കളക്ഷൻ 50.59 കോടിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശംബര എന്ന് പറഞ്ഞിട്ടുള്ള ചിരഞ്ജീവിയുടെ പടത്തിലത്തെ രാമരാമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 18 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞ കോമിക്സ് ഇന്നലെ മുതൽ ഒന്നടങ്ങുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 1-ാം ഭാഗത്തിലത്തെ ലക്കം 1 പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെ തുരുവരെ കാണിച്ചു പോകാം. എന്തായാലും അടുത്ത വരുന്നുള്ള പറഞ്ഞിട്ടുള്ളത് ഇതന്നെ കൺക്ലൂഷൻ ചെയ്യാതെ ചെയ്തിട്ടുള്ളത്. ഇതേമാതിരി ഇപ്പോൾ അടുത്ത് കോമിക്സ് സംഭവം വന്നിരുന്നത് റെട്രോഡായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത പുറത്തിറക്കിയിരുന്നത്. ഇതങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത് എന്തായാലും. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഏപ്രിൽ 28 3:30 വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഈ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കിൽ ആർ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ എയ്സ് എന്ന് പറഞ്ഞതിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരുന്നത് SMK കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് അറിയിച്ചു. പിന്നെ വരുന്നാണ് ഗോഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള May 1 ആഹയിലൂടെ സ്ട്രീമിംഗ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചിരഞ്ജീവിയുടെ ജഗടേക്ക വീരുഡു അതിലോക സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ആ പടം റീ റിലീസിന് വരികയാണ് May 9. 2Dയിലും 3Dയിലും ആയിട്ടായിരിക്കും പുറത്തിറങ്ങുക. റീ റിലീസിന് വരുന്നതിൽ 3Dയിൽ റീ റിലീസിന് വരുന്ന ആദ്യത്തെ പടമായിരിക്കും തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് പടങ്ങളുടെ കാര്യമില്ല പറഞ്ഞ് നോർമലി ഉള്ള പടങ്ങളുടെ. പിന്നെ വാത്തിയാർ കുപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസ് ഡേറ്റ് May 9 അറിയിച്ചിട്ടുണ്ട്. പിന്നെ NC-24 എന്ന് വെച്ചാൽ നാഗചേതൻ്റെ 24ാമത്തെ പടത്തിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളതാണ്, കണ്ടവർക്ക് കണ്ടോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ യോഗി ബാബുവിൻ്റെ ജോറ കയ്യ തട്ടുങ്ക എന്ന് പറഞ്ഞിട്ടുള്ള പടം May 16 റിലീസ് ആവുന്നത് അറിയിച്ചുകൊണ്ട് ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. പിന്നെ അജിത് കുമാറിൻ്റെ വീരൻ എന്ന് പറഞ്ഞതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും May 1 റീ റിലീസിന് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ ശേഷം 2016 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി. പിന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ ജീപ്പ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തിറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റലി കടയിൽ പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 4ാമത്തെ പടം അരുൺ വിജയും നിത്യാമേനൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിരുന്ന പടമാണ്. എന്തായാലും October 1 പാട്ട് റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഷൂട്ട് ഇപ്പോൾ റാപ്പായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു തോമസ് മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ഈ ട്രെയിലർ നന്നായിട്ടാണ് തോന്നി. ടീസർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം അതിലത്തെ ഈച്ചനെ ബേസ് ചെയ്തിട്ട് വരുന്ന പടം തന്നെയാണ്. എന്തായാലും ആ ഈച്ചയുടെ ശബ്ദം മോശമായിരുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രെയിലർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അഭിനയിക്കുന്ന പടം ഈ പടത്തിന്റെ തെലുങ്ക് വെർഷന്റെ പ്രൊമോഷന് വേണ്ടി നടക്കാൻ പോകുന്നത് ഇന്നാണ് 6 മണി മുതൽ. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് SS രാജമൗലി വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 5 days to go പോസ്റ്റർ ഉണ്ട്, അതിന് സ്ക്രീനിൽ എടുക്കാം. ഗംഭീര പോസ്റ്റർ ആയിട്ട് തന്നെ തോന്നിയത്. എന്തായാലും ഈ പടത്തിന്റെ ക്ലൈമാക്സിന്റെ ഫൈറ്റിന് മാത്രം ബഡ്ജറ്റായി പറഞ്ഞു കേൾക്കുന്ന 8 കോടി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കും. മിക്കവാറും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ട്രെയിലറിലും ടീസറിലും കണ്ട പോലെ ആ വൈറ്റ് കോട്ടിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കും. പിന്നെ പടത്തിന്റെ ബുക്ക് മൈ ഷോയിലത്തെ ഇൻട്രസ്റ്റ് 100,000 കൂടുതലായിട്ടൊക്കെ ഉണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം കാർത്തിക് സുരാജ് എടുക്കുന്ന പടമാണ്. അപ്പോൾ കാർത്തിക് സുരാജ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടത്തിന് ഹൈപ്പൊന്നും വെക്കണ്ട, വലിയ ഹൈപ്പ് മൊമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പടമായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രം. എന്തായാലും പടത്തിന്റെ 5 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ അതിലത്തെ ഐക്കോണിക് പോസ്റ്റ് ആയിട്ടുള്ള മുന്നേ സൂര്യ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിജയ് ദേവരകൊണ്ട തെലുങ്കിൽ ഇതിന്റെ പ്രൊമോഷന് വന്നപ്പോൾ രണ്ടാക്കരം കൂടിയിട്ട് ആ പോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ എനിക്ക് അതിന്റെ ഫോട്ടോ. പിന്നെ തെലുങ്കിലെ പ്രീ റിലീസ് ഇവന്റിന് സൂര്യയുടെ സ്പീച്ചിൽ ആളൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ അടുത്ത മാസം ഒരു അനൗൺസ്മെന്റ് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ 46ന്റെ. അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്ത പടം വെങ്കിയാറ്റിൽ വരെ തന്നെയാണ് എടുക്കുന്നത്. മിക്കവാറും അതിന്റെ ഷൂട്ടൊക്കെ ഹൈദരാബാദിൽ തന്നെ ആയിരിക്കും. എന്തായാലും അടുത്ത മാസം മുതൽ തുടങ്ങിയാണ്. സിത്താര എന്റർടൈൻമെന്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മിക്കവാറും അടുത്ത മാസം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാവും ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഷൂട്ട് അടുത്ത മാസം തുടങ്ങുക അറിയത്തില്ല. എന്തായാലും ജയപ്രകാശാണ് മ്യൂസിക് എന്ന് കേട്ടായിരുന്നു. അപ്പോൾ ആൾ ഇതിന്റെ മ്യൂസിക് വർക്കൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തുടർന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിന്റെ 24 മണിക്കൂറത്തെ ബുക്ക് മൈ ഷോയിലത്തെ ടിക്കറ്റ് സോൾഡ് ആയത് 428.66K എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിലത്തെയാണ്. എന്തായാലും ഫസ്റ്റ് ഡേയിൽ ഇതിന്റെ ഏകദേശം കളക്ഷൻ നമ്മൾ 13-14 വേൾഡ് വൈഡ് വരും എന്ന് പറഞ്ഞത്. എന്തായാലും 16.65 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ ഇതിന്റെ കളക്ഷൻ വന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 5.10 കോടി തന്നെയാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞ വരിനെ കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 0.90 കോടിയാണ്. ഓവർസീസിൽ നിന്ന് 10.65 കോടികളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നല്ല കളക്ഷനാണ്. അതേമാതിരി ഫസ്റ്റ് ഡേയിൽ 222 കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ആഡ് ചെയ്തായിരുന്നു. പിന്നെ ആന്റണി വരുമ്പോൾ ഒരു മോഹൻലാലും കൂടിയിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും മലയാളത്തിലത്തെ ഏറ്റവും വലിയ കളക്ഷൻസ് വേൾഡ് വൈഡ് കളക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എമ്പുരാനാണ് ഏറ്റവും ടോപ്പിൽ 67 കോടിയായിട്ട്. അതിനെ തുടങ്ങണമെങ്കിൽ ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 2ാം സ്ഥാനത്ത് മരക്കാറാണ് 20.4 കോടിയായിട്ട്. 3ാം സ്ഥാനത്ത് ദുൽഖർ സൽമാന്റെ കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 19.2 കോടിയായിട്ട്. 4ാം സ്ഥാനത്ത് ഒടിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ് 18.1 കോടിയായിട്ട്. 5ാം സ്ഥാനത്ത് ടർബോ ആയിരുന്നു 16.2 കോടിയായിട്ട്. അതിനെ കടത്തി കിട്ടിയിട്ടാണ് ഇപ്പോൾ തുടരും മോളിൽ കയറിയിട്ടുള്ളത് 16.65 കോടിയായിട്ട്. അപ്പോൾ 5 സ്ഥാനം വരെ നോക്കുകയാണെങ്കിൽ 4 പടം മോഹൻലാലിൻ്റെയാണ്, ഒരു പടം ദുൽഖർ സൽമാന്റെയാണ്. പിന്നെ പടം 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 41 കോടിയിലും കൂടുതൽ കടക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. 24 കോടിയുടെ അടുത്താണ് രണ്ടാമത്തെ ദിവസത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് ആയി വരുന്നുള്ള ഇതിലും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒഫീഷ്യലി നാളെ അറിയത്തുള്ളൂ. എന്തായാലും രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 7 കോടിയുടെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് പടത്തിന് കളക്ഷൻ. 7 കോടി കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടിയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒടിയനാണ്, പിന്നെ KGF ചാപ്റ്റർ 2 ഉണ്ട്, പിന്നെ ലിയോ ഉണ്ട്, പിന്നെ എമ്പുരാണ്ട്, തുടരുണ്ട്. മലയാളത്തിൽ നിന്ന് ആകെ 3 പടങ്ങളുള്ളൂ. അത് 3 മോഹൻലാലിൻ്റെ തന്നെയാണ്. അതിൽ 2 ഈ വർഷം ഇറങ്ങിയ പടമാണ്. പിന്നെ കാന്താര
എന്താന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് സമുദ്രക്കണിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല, ഞാൻ അതിന്റെ ക്യാപ്ഷൻ വായിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുള്ള വായിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പടത്തിന്റെ റിലീസ് ഞാൻ മുന്നേ പറഞ്ഞാൽ ജൂലൈയിലായിരിക്കും എന്നുള്ളതാണ് കേട്ടിരുന്നത്. ആ ജൂലൈയിൽ തന്നെ ആയിരിക്കും വരിക എന്നുള്ളതാണ് ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് എടുത്തെന്നുള്ള കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. പിന്നെ ദുൽഖർസൽമാന്റെ ഇനി വരാൻ പോണവരാണ് സിദ്ധാർത്ഥ് എടുക്കുന്ന എക്സ് ജോയ് മ്യൂസിക് എന്ന പടം, ഐ എം ഗെയിം എന്നായിട്ടുള്ള പടം. ഇതൊരു സ്പോർട്സ് ത്രില്ലർ ആണെന്നുള്ളത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ജിംഷി ഖാലിദ് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ് ആൾക്ക് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്, അത് ആൾക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. മിക്കവാറും അടുത്ത മാസമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഷൂട്ട് തുടങ്ങുന്നുണ്ടാവും. പിന്നെ മമ്മൂട്ടി കുറച്ചായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ MMM എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിൽ ഇനി മമ്മൂട്ടി അടുത്ത മാസം പകുതിയോടെ കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. മോഹൻലാൽ ഈ മാസം ലാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അതിന്റെ കാര്യമൊന്നും അറിയത്തില്ല, ചിലപ്പോൾ ഇനി അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് തന്നെയായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ മമ്മൂട്ടിയുടെ ഈ പടം കഴിഞ്ഞാൽ അടുത്തായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് ആനന്ദ് ഏകർഷി എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. ആട്ടം എന്ന് പറഞ്ഞ പടം അടുത്ത ആള്. അതിൽ ഒരു പഴയകാല റൊമാൻറ്റിക് രീതിയിലുള്ള ഒരു പടമായിരിക്കും അത് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഒരു ഫിസിക്സ് ടീച്ചറായിട്ടായിരിക്കും മമ്മൂട്ടി ഇതിലെത്തുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. അതിൻ്റെ ഒക്കെ ഇനിയിപ്പോൾ ഇതിന്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീട്ടിലേക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.